ഇന്ന് തൊട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മക്കൾക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുത്തു വിടാവുള്ളതെന്നാണ് കേട്ടോ പറഞ്ഞത്. കഴിഞ്ഞ ഒരു ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ ടീച്ചർ പറഞ്ഞതാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്നതിൽ ചിക്കൻ വറുത്തത് മാത്രമാണെന്ന്. അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയായിരിക്കും ഇങ്ങനൊരു ഡേ. എന്തായാലും നന്നായി, മക്കളിടയ്ക്കൊക്കെ ഒന്ന് പച്ചക്കറി കഴിക്കട്ടെന്നേ. എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി എന്നെ കണ്ണാടി നോക്കൂ കേട്ടോ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. കുറച്ചൊക്കെ മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട. അപ്പോൾ ഇന്ന് വെയിറ്റ് ലോസ് ജേർണിയുടെ ഡേ 7 ആണ് കേട്ടോ. രാവിലെ ജീരകവും ഉലുവയും ചെറിയൊരു കഷ്ണം പട്ടയും ഇട്ട വെള്ളമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 മുട്ടയും കുറച്ച് ഗ്രീൻ പീസിൻ്റെ കറിയും 2 പത്തിരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 11 മണിയായപ്പോൾ 11-11:30 ആയപ്പോൾ കുറച്ച് ബദാം കഴിച്ചു. ആ ബദാമിൻ്റെ ഇടയ്ക്ക് 2 കൈ വന്നില്ലേ, അത്രയും ബദാം ഞാൻ കഴിച്ചില്ല കേട്ടോ, അതിലും കൂടെയാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി ചെറിയൊരു രീതിയിൽ ചോറൊക്കെ ഉണ്ടു. വൈകുന്നേരം ആയപ്പോൾ ഇതാ ഗ്രീൻ ടീ ആണ് കേട്ടോ എടുക്കുന്നത്. ഗ്രീൻ ടീ മാത്രമേ 4 മണിക്ക് കുടിച്ചുള്ളൂ, വേറൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിന്നറിന്ന് ആപ്പിളിൻ്റെ സ്മൂത്തിയാണ് എടുത്തത്. ഓട്സ് ഒന്നും ചേർക്കാതെ ആപ്പിളും ബനാനയും ഇട്ടിട്ടാണ് കേട്ടോ സ്മൂത്തി ഉണ്ടാക്കിയത്. അപ്പോൾ മക്കളെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഡിന്നറും അങ്ങ് ക്ലോസ് ചെയ്തു കേട്ടോ. ഫ്ലാക്സ് സീഡും കുറച്ച് ബദാമും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നറും അങ്ങനെ കഴിഞ്ഞു ഗെയ്സ്. അപ്പോൾ ഇനി വെയിറ്റ് ലോസ് ജേർണിയുടെ 8ാമത്തെ ദിവസം കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.